അറിയോ മാർക്കോ ആരാന്ന്? എനിക്കറിയില്ല, ദൈവന് ഭംഗിയായിട്ട് അറിയാം. ഇത് വേറെ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? നല്ല ഫ്ലുവന്റ് ആയിട്ടാണ് ആക്ഷൻ ഒക്കെ ചെയ്യണത്. നമ്മളിങ്ങനെ എന്നും തല്ലി ഇതൊക്കെ നടന്ന് ശീലമുള്ള ഒരാളെ പോലെ തന്നെയാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ചില സാധനങ്ങൾ വളരെ ശോകം. അതായത് ചില ഡയലോഗൊക്കെ ഉണ്ണിമൂന്തം പോയിട്ട് ചില സമയത്ത് അസ്ഥാനത്ത് പറഞ്ഞ മാതിരി എനിക്ക് ഫീൽ ചെയ്തു. കോള് നിന്റെ ഏറെ പോയ നിന്റെ അവസ്ഥ എന്താ? ചില സാധനങ്ങളൊക്കെ വളരെ എന്തിനാണ് അവിടെ ആ ഡയലോഗ് പറഞ്ഞെന്നുള്ളത് കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ബൈ ദ വേ ദിസ് ഈസ് ഉണ്ണിമൂന്തനെ ഞങ്ങൾ പേഴ്സണലി അല്ല പറയുന്നത്. ഇനിയിപ്പോ അതിന്റെ പേരിൽ രാത്രി നിന്റെ വായി വരുന്ന ബാക്കിയുള്ള തെറി കൂടെ അങ്ങ് വിളിച്ചേരും. മിനിമം നിനക്കെങ്കിലും ഒരു ആശ്വാസമാകുമല്ലോ. ഇനി ഈ പാടത്തിലെ റവി ബസ്റൂർ മാൻ എവിടേക്കോ KGF എന്ന് ചൊരന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ട്. ബട്ട് സ്റ്റിൽ ചൊരളെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചൊരളല്ലേ. ഇന്ത്യൻ സിനിമ അല്ല, ലോക സിനിമയിൽ ഇതിനകത്ത വയലൻസ് ഒരു രക്ഷയില്ലാത്ത സാധനം. KGF ഒക്കെ മേളിൽ പോയില്ലേ? മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ബ്രൂസൽ പടനെ കാണാൻ വരും. ഉണ്ണിമൂന്നന്റെ ലുക്ക് സാഗ് ചോര കൊണ്ട് കുളിക്കും അതിനകത്ത്. ആഹാ, ഒന്നുകൂടെ കാണിച്ചേ. ഇയാൾക്ക് എന്താണോ പറ്റിയത്? എന്താണത്? കഴപ്പ്.